യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇപ്പൊ നല്ല രീതിയിൽ കിടന്ന് ഓടുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ അലിൻ ജോസ് പെരേരയും രേണു സുധിയും ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് ഓടുന്നത്. കുറച്ചു നേരങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത്. അലിൻ ജോസിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എന്ന് പറയുന്നത് അലിൻ ജോസ് പെരേരയും രേണു സുധിയും ഒന്നിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് ഷോർട്ട് ഫിലിമിന്റെ ഈ പറയുന്ന സംവിധായകൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അടിയാണ് ഈ പറയുന്ന വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അലിൻ ജോസ് തന്നെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലിപ് ലോഗ് ചെയ്യാൻ പറഞ്ഞു. അലിൻ ജോസും രേണു സുധിയും തമ്മിൽ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. അതിനകത്ത് സ്ക്രിപ്റ്റിലില്ലാത്തതുപോലെ ഈ പറയുന്ന അലിൻ ജോസിനോടും രേണു സുധിയോടും ലിപ് ലോക്ക് ചെയ്ത് അഭിനയിക്കാനായിട്ട് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ ആവശ്യപ്പെട്ട സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവുന്ന ഒരു വാക്ക് തർക്കമാണ് ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ നല്ല രീതിയിൽ കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അല്ല, ഞാൻ ചോദിച്ചത് ലിപ് ലോക്കിന്റെ സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലയോ? ഞങ്ങളത് ഞാൻ ചോദിച്ചു, നീ പറഞ്ഞില്ലയോ? വീഡിയോ എടുക്കില്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെങ്കിലും രേണു സുധി അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. രേണു സുധി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അത്യാവശ്യം വിലയുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. എന്ത് വിലയാണെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ടൊരു മാർക്കറ്റിംഗ് ആണ് ഈ പറയുന്ന എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പുള്ളിക്കാരത്തിയെ അഭിനയിപ്പിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിം വിറ്റ് പണമാക്കാന്നുള്ള രീതിയൊന്നും ആരുടെ മനസ്സിലില്ല. പുള്ളിക്കാരത്തിയെ മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യുക, വിറ്റ് പൈസ ഉണ്ടാക്കുക, അത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലിരിപ്പ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോയില് ആ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന അതിന്റെ ക്രൂ മെമ്പേഴ്സ് പറയുന്നുണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ രേണു സുധിയും ഈ പറയുന്ന പോലെ രേണു സുധിക്ക് ഒപ്പം നിൽക്കുന്ന ആ ഒരു പയ്യനും അലിൻ ജോസും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ആ ഷോർട്ട് ഫിലിമിന്റെ എഗ്രിമെന്റിലോ സ്ക്രിപ്റ്റിലോ ഇത്തരത്തിലൊരു ലിപ് ലോക്ക് സീനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനുശേഷം രേണു സുധിയുടെ ഒരു വീഡിയോ ഈ പറയുന്ന അലിൻ ജോസിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, രേണുസുധി അതിനകത്ത് പറയുന്നുണ്ട് ചുണ്ടും ചുണ്ടും കൂട്ടിമുട്ടിക്കുന്നതാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിച്ചാണ്, പക്ഷെ ഡീപ്പായിട്ടുള്ള ലിപ് ലോക്ക് ആണെങ്കിൽ എനിക്ക് പറ്റത്തില്ല, അത്രയും ഇതായിട്ടുള്ള അഭിനയം രേണുസുധി ഈ ഒരു സമയത്ത് കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു രീതിയിലൊക്കെയാണ് രേണുസുധി പറയുന്നത്. ചുണ്ടും ചുണ്ടും മുട്ടിച്ച് അഭിനയിക്കും എന്നൊക്കെ പറയുന്നത്, ഇതിനുള്ള റിപ്ലൈ നിങ്ങൾ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇതിനൊക്കെ പറ്റി പറയുന്ന അത്ര ശരിയായിട്ടുള്ള ഏർപ്പാട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഈ പറയുന്ന ക്യാഷും അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സ്ക്രിപ്റ്റും എഗ്രിമെന്റ് ഒക്കെ വായിച്ചിട്ട് തന്നെയാണ് എല്ലാവരും സൈൻ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലൊരു കാര്യം അതിനകത്ത് ഉണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റിന് താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പരിപാടിയാണ് ഈ ഒരു വീഡിയോയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഈ പറയുന്ന ക്രൂ മെമ്പേഴ്സും രേണു സുധിയും അലിൻ ജോസും എല്ലാവരും കൂടി അറിഞ്ഞിട്ട് ചെയ്ത പ്രാങ്ക് ആയാലും മതി. ചിലപ്പോ പ്രാങ്ക് ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ഇവരുടെയൊക്കെ കേസിൽ ഷോർട്ട് ഫിലിം മാർക്കറ്റ് ചെയ്യാനായിട്ട് ഏതൊരു രീതിയിലും ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ അലിൻ ജോസും ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോ ഏതൊരു കണ്ടന്റ് രേണു സുധി ബന്ധപ്പെട്ട്
യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ വന്നു കഴിഞ്ഞാലും അത്യാവശ്യത്തിന് ഓടുന്ന കണ്ടന്റ് തന്നെയാണ് ഈ പറയുന്ന രേണുസുതി. അതുകൊണ്ട് തന്നെ രേണുസുതിയുടെ ഈ ഒരു ഫെയിം വിറ്റ് കാശാക്കാനാണ് ഈ പറയുന്ന ഷോർട്ട് ഫിലിം എടുക്കുന്നവരും റീൽസ് എടുക്കുന്നവരും വെബ് സീരീസ് ആയാലും എന്ത് കുന്തമായി കഴിഞ്ഞാലും ഷോർട്ട് ഫിലിം നമ്മുടെ രേണുസുതിയെ വിറ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് വരുന്നുണ്ട്, അതിന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് പല ആളുകളും. ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്നുണ്ടല്ലോ, അതിനകത്ത് കാണാ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞ എനിക്കും അതൊക്കെ തന്നെയാണ് തോന്നുന്നത്. ബിഗ് ബോസ് മലയാളത്തിലേക്ക് കയറാനുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഈ സമയത്ത് ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും അതുപോലെ തന്നെ ഓഡിഷൻ ഗോൾ പോയവരുടെ ലിസ്റ്റ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ രേണുസുതിയുടെ പേര് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പൊ പ്രാവശ്യം സീസണിൽ ഉണ്ടെങ്കിൽ ഒരു തകർക്കൽ എന്തായാലും തകർക്കാനായിട്ടൊരു അവസരം നമുക്ക് കിട്ടും. കാരണം നമ്മുടെ ചാനൽ ബിഗ് ബോസ് റിവ്യൂ എന്ന ചാനലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലേ ഇത്. ഒരു ആർട്ടിസ്റ്റിന്റെ താല്പര്യമാണ് എങ്ങനെ അഭിനയിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. സ്ക്രിപ്റ്റിലുള്ളതും അതുപോലെ തന്നെ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും തീർച്ചയായിട്ടും ഇത്തരത്തിൽ സംസാരിക്കുന്നതിൽ അവിടെ ഒരു പ്രസക്തി ഉണ്ട്. അല്ലാതെ എഗ്രിമെന്റിലില്ലാത്ത സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു കാര്യം ചേച്ചി അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ലിപ് ലോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിൽ കൂടുതൽ ഈ ഒരു കേസിൽ ഒന്നും പറയാനില്ല. എന്തൊക്കെയാണെങ്കിലും പ്രാങ്ക് ആണോ റിയൽ ആയിട്ടുള്ള കാര്യമാണോ അതും നമുക്ക് വലിയ പിടുത്തമില്ല. അലൻ ജോസിന്റെ അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ കണ്ട് 1-2 പേര് നമുക്കിത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.